സംബന്ധിച്ച് ഗൗരവതരമായിട്ടുള്ള പ്രശ്നത്തെ കേരളത്തിൽ വിളിച്ചോതുക. തീർച്ചയായും വളരെ ഏറെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ ടി സിദ്ദിഖാണ് പ്രേക്ഷകരുമായി പങ്കുവച്ചത്. വളരെയേറെ ആശങ്കകൾ നിറഞ്ഞ കാര്യമാണ് അദ്ദേഹം പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. നിലവിൽ ഇതിനു പുറകിൽ ഏതെങ്കിലും തരത്തിലുള്ള കരങ്ങൾ ഇയാളെ സഹായിച്ചു എന്ന തരത്തിലാണ് ടി സിദ്ദിഖ് അടക്കമുള്ളവർ, MLA അടക്കമുള്ളവർ പുറത്തു കൊണ്ടുവരുന്നത്. നിലവിൽ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. അതിർത്തി കടന്നുള്ള അന്വേഷണമടക്കം ഊർജിതമാക്കിയിട്ടുണ്ട്. നിലവിൽ പ്രതികരണത്തിലേക്ക് കേൾക്കാം. ഇത്രയും വലിയൊരു ജയിലെടുത്ത് ചാടണത്തില്ലെങ്കിൽ അവനൊരു ആള് കൂട്ടിനില്ലാതെ പറ്റില്ല. ഒരാളുടെ സഹായം ഇല്ലാതെ അവനൊരിക്കലും അത് ചെയ്യില്ല എന്നാണ് എൻ്റെ ഒരു ഈ ഒറ്റ കൈകാരം. ഇത്രയും വലിയൊരു ജയില് ഇതെല്ലാം മുറിച്ചെടുത്ത് ചാടി കിടക്കണച്ചുണ്ടെങ്കിൽ അവന്റെ കൂട്ടിനൊരാളില്ലാതെ ഒരിക്കലും അത് സംഭവിക്കില്ല. എന്തായാലും അവനെ പിടിക്കപ്പെടണം, എത്രയും വേഗം അവനെ പിടിക്കപ്പെടണം. അതാണ് നമുക്കിവിടെ ആവശ്യം. എത്രയും വേഗം അവനെ അതിനെ പിടിച്ചു കൊണ്ടുവന്നേ പറ്റൂ. ഞാൻ അന്നു മുതൽ ഇന്ന് വരെ പറഞ്ഞൊരു വാക്കാണ്, ഇനിയൊരു അമ്മയും എന്നെ പോലെ കരയാനുള്ളൊരു അവസരം ഉണ്ടാവരുതെന്ന്. ജയിലിൽ ചാടാൻ അവനെ സഹായിച്ചത് ആരായാലും അത് പിന്നെ എടുത്ത കാര്യം. ഇത് അവനെ പിടിക്കലാണ് ഏറ്റവും വലിയ ആവശ്യം ഇപ്പൊ. എത്രയും വേഗം അവനെ പിടിക്കണം. ഇതിനവന് വേണ്ടിയിട്ട് അല്ല, നമ്മുടെ നാട്ടില് അവിടുത്തെ ജനങ്ങൾ, കണ്ണൂർ നാടവൻ വിട്ടുപോയിട്ടുണ്ടാവില്ലേ, അത് കാരണം കൊണ്ട് അവിടുത്തെ ജനങ്ങൾ തന്നെ അവനെ പിടിക്കും. പിന്നെ വമ്പം പോലീസുകാരെല്ലാവരും ഇതിനിറങ്ങിയിട്ടുണ്ടാവും. ഈ ഇത്രയും പോലീസ് സുരക്ഷിതയുള്ള സ്ഥലത്തുനിന്ന് എങ്ങനെ ഇവൻ രക്ഷപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ഇത്രയും ഇതായി ഇരിക്കുന്ന ഒരു സ്ഥലത്തുനിന്ന് അത് രക്ഷപ്പെടണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കാരണങ്ങൾ ഉണ്ടാവില്ലേ? ആ കാരണമാണ് നമ്മൾ തേടിയെത്തേണ്ടത്. അത് ആദ്യം അവനെ പിടിക്കട്ടെ, ആദ്യം അവനെ പിടിക്കണം. അവനെ പിടിക്കലാണ് ഏറ്റവും ആവശ്യം. അതിന്റെ ഒരു എന്താ ഞാൻ പറയേണ്ടതെന്ന് എനിക്കിപ്പോ പറയാൻ അറിയാത്തൊരു മാനസികാവസ്ഥയിലാണ് ഞാനിപ്പോ ഇരിക്കേണ്ടത്. ഇവൻ ജയിലിൽ ചാടി നിന്ന് രാവിലെ ഇവിടെ ചാനലുകാരെന്നെ വിളിച്ച് അറിയിച്ചപ്പോഴാണ് അറിയണത്. ഇല്ല ഭീഷണിയൊന്നുമില്ല, അങ്ങനത്തെ ഒരു കാര്യമില്ല. എനിക്ക് അങ്ങനെ ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഭീഷണിയും കാര്യങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുമില്ല. അവനകത്താക്കുന്നവര് ഞാൻ അതിന്റെ പിന്നാലെ ഉണ്ടാവും. പിന്നെ എന്റെ ഇവിടെ ഷൊർണൂരിൽ നിന്ന് പോലീസുകാരെല്ലാവരും വന്ന് പുറത്ത് നിൽക്കുന്നുണ്ട്. അവര് നമ്മളോട് അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല. അപ്പൊ ഇനിയിപ്പോ അതിനെപ്പറ്റി ഒന്ന് സംസാരിച്ചു കഴിഞ്ഞിട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ അതിനനുസരിച്ച് ഇതിന്റെ കൂടെ അവരെ കൂടെ ഞാനും പോകും. എവിടെ വരെ പോകാൻ പറ്റുമോ അവിടെ വരെ പോകും. അതുറപ്പാണ്. അവനെ ഒരിക്കലും പുറലോകം കാണിക്കാത്ത രീതിയിൽ ഇനി ഞാൻ ആക്കി വെക്കാൻ വേണ്ടി ഞാൻ എത്ര വരെ പോകാൻ പറ്റുന്നു അതുവരെ പോകും. അതിനെന്റെ ഈ ഷൊർണൂരുള്ള പോലീസുകാര് അതിനെ സഹായിക്കുന്നുള്ള ഒരു കാര്യത്തിൽ ഞാനും മുന്നോട്ട് പോണത്. കാരണം നമുക്ക് ഇത്രയും പോലീസുകാരും കാര്യം എല്ലാം ഇത് ഉണ്ടായിട്ടാണല്ലോ ഇപ്പൊ ഈ അവിടുന്ന് ഇവൻ ചാടി രക്ഷപ്പെട്ടത്. അപ്പൊ അവര് മൂക്കിന്റെ തുഞ്ചത്തുനിന്ന് പോയ കാരണം കൊണ്ട് ഇപ്പൊ അവരെ കൂടെ തന്നെ എന്നെ സഹായിക്കാനും അവരെന്റെ കൂടെ എന്നുള്ളൊരു വിശ്വാസം എനിക്കിപ്പോഴും ഉണ്ട്. ആ ഒരു വിശ്വാസം തന്നെയാണ് ഞാനും മുന്നോട്ട് പോണത്. എന്തായാലും ഞാൻ പോകും. എനിക്ക് ഈ പോലീസുകാർ മാത്രമല്ല, എനിക്ക് ഇവിടെ എന്റെ മകൾക്ക് വേണ്ടിയിട്ട് ആരെല്ലാം ഇതിനെ ഇറങ്ങി തിരിഞ്ഞിട്ടുണ്ടോ, എന്റെ മകൾക്ക് ഇത് സംഭവിച്ചപ്പോ അവരെല്ലാവരും എന്റെ കൂടെ ഉണ്ടാവും. ഈ ജനം മുഴുവനും, കോടാരക്കോടി ജനങ്ങളും എന്റെ കൂടെയാണ്. അപ്പൊ അവരുടെ എല്ലാ സപ്പോർട്ടും എനിക്കുണ്ടാവും. അല്ല, ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം എനിക്ക് പറയാൻ അറിയില്ല. കാരണം നമ്മളിപ്പോ അത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഉദ്യോഗസ്ഥന്മാർ ഇതിന്റെ കൂടെ നിന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. ജയിലിൽ സുരക്ഷിതമില്ലാത്ത കാരണം കൊണ്ടാണ് ഇവൻ ജയിലിൽ ചാടിയത്. അല്ലാതെ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം എനിക്ക് പറയാനൊന്നും നമുക്കത് അറിഞ്ഞിട്ടില്ല. അതിനെ പറ്റിയൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അറിയാത്ത കാര്യം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഈ ഉദ്യോഗസ്ഥന്മാർ മൊത്തം എന്റെ കൂടെ നിന്നിട്ടൊരു കാലങ്ങളുണ്ട്, പല പല ഉദ്യോഗസ്ഥന്മാരും. അപ്പൊ നമ്മൾക്ക് അവരുടെ കാര്യം സത്യം അറിയാതെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇതിന്റെ എല്ലാം ഇത് പറയും. എന്തായാലും അവനെ പിടിക്കട്ടെ, എന്നിട്ടാവാ അതിന്റെ പിന്നാലെ പോക്ക്. നിലവിൽ വിശദാംശങ്ങളുമായി റിയാസ് KMR ചേരുന്നുണ്ട്. റിയാസ്, നിലവിൽ കണ്ണൂർ ജില്ലയിൽ ഗോവിന്ദച്ചാമി പിടിയിലായതായി ഒരു സൂചനയുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ വിശദമാക്കേണ്ടിയിരിക്കുന്നു. കൂടാതെ ടി സിദ്ദിഖ് MLA അടക്കം പറഞ്ഞത് ഗുരുതര വീഴ്ചയാണെന്നാണ്. ആഭ്യന്തരത്തിലുള്ള ഗുരുതര വീഴ്ചയാണ് അദ്ദേഹം കേരള വിഷനിലൂടെ പങ്കുവച്ചത്. ഇത്തരത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ് ഇന്ന് രാവിലെ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ജനങ്ങൾ ജാഗ്രതയിലാണ്, ഭയത്തിലാണ്. വിശദാംശങ്ങൾ.
തീർച്ചയായും ഭയം വേണ്ട, ജാഗ്രത മതി. ഇപ്പോൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം തന്നെയാണ് സംഭവിച്ചത്. ഗുരുതരമായ ഒരു സുരക്ഷാ വീഴ്ച തന്നെയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉണ്ടായിരിക്കുന്നത്. ഗോവിന്ദചാമി പിടിയിലായെന്ന സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ പോലീസ് അത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിൽ കൂടിയും നാട്ടുകാർ ഇപ്പോൾ ഒരു പുതിയൊരു മൊഴി പോലീസിനെ സംബന്ധിച്ച് ലഭിച്ചിട്ടുള്ളത് പ്രദേശവാസികളുടെ ഒരു മൊഴി. അതായത് കണ്ണൂരിൽ തന്നെയുള്ള ഈ സെൻട്രൽ ജയിലിൽ നിന്നും, പള്ളിക്കുന്നിലെ സെൻട്രൽ ജയിലിൽ നിന്നും 2 കിലോമീറ്റർ അകലെ മാറിയുള്ള തടാപ്പ്, നിലവിൽ കണ്ണൂർ DCCയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നതിന്റെ പരിസരത്തായിട്ട് ഈ ഗോവിന്ദചാമി എന്ന് സംശയിക്കുന്ന ഒരാളെ കണ്ടു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഓട്ടോ ഡ്രൈവറും സുഹൃത്തുമാണ് ഏറ്റവും ആദ്യം ഇയാളെ കണ്ടത്. ഒരു വെള്ള ഷർട്ടും കള്ളിമുണ്ടുമായിരുന്നു ധരിച്ചിരുന്നത് എന്ന് പറയുന്നു. പക്ഷേ ജയിലധികൃതർ പറയുന്നത് ഈ ഗോവിന്ദചാമി തടവ് ചാടുമ്പോൾ കറുത്ത പാന്റും കറുത്ത ഷർട്ടുമായിരുന്നു എന്നുള്ളതാണ് ജയിലധികൃതർ വിശദീകരിക്കുന്നത്. പക്ഷേ ജയിൽ ചാടിയ ശേഷം എവിടെ നിന്നെങ്കിലും അയാൾ വസ്ത്രം മാറ്റിയതാകാനും സാധ്യതയുണ്ട്. ഈ കണ്ട ഓട്ടോ ഡ്രൈവർ കണ്ടയാൾ, തളാപ്പിൽ ഗോവിന്ദചാമി എന്ന് സംശയിക്കുന്നയാളെ കണ്ടു എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവർ വ്യക്തമാക്കുന്നത് ഈ ഇടത് കൈക്ക് ഇടത് കൈവിരൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഭിന്നശേഷി എന്ന രീതിയിലാണ് ഗോവിന്ദചാമിയെ കണ്ടത് എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ഇവർ ഒച്ച വെച്ചപ്പോൾ ആളുകൾ അടുത്തേക്ക് വന്നപ്പോൾ ഇയാൾ ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ്.